السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വഴിവിളക്കിലെ സുആൽ ജവാബിലെ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അസ്ലം പാണ്ടിക്കാട് എന്ന സഹോദരൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം: ഞാൻ ദുൽഹിജ്ജ 1 ഹജ്ജിനായി പുറപ്പെടുകയാണ്. അപ്പൊ ഇഹ്റാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയമാണ് മുടി വെട്ടുക, നഖം മുറിക്കുക എന്നതൊന്നും പാടില്ല എന്നത്. എന്നാൽ ഹജ്ജിനായി പോകുന്ന ഞാൻ ഹജ്ജിന്റെ ഭാഗമായി അറവ് നടത്തേണ്ടതുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ, അതായത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ മുടിയും നഖവും നീക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. അതായത് ഉൽഹിയത്ത് അറുക്കുന്നവൻ മുടിയും നഖവും മുറിക്കാതിരിക്കുക, വെട്ടാതിരിക്കുക എന്ന സുന്നത്ത് പാലിക്കേണ്ടതുണ്ടല്ലോ. അത് ഹജ്ജിന് പോകുന്ന ഇത്തരം ആളുകൾക്കും ബാധകമാണോ എന്നതാണ് ചോദ്യത്തിന്റെ ചുരുക്കം. ഇതിന് മറുപടിയായി ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിലക്ക് ബാധകമല്ല എന്നതാണ്. ഇത് ഒറ്റവാക്കിലുള്ള മറുപടിയാണ്. വിശദമായി താഴെ പറയാം. ഒന്നാമത്തെ കാര്യം, നഖവും മുടിയും നീക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത് ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാളിന് അറവ് നിർവഹിക്കുന്നത് വരെ. അത് ഉൽഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചാൽ, ഒരാൾ ഉൽഹിയത്തിന് നിയ്യത്താക്കി കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ അറവ് നടത്തുന്നത് വരെ അയാൾ നഖമോ മുടികളോ നീക്കാൻ പാടില്ല. ഇത് മറ്റ് ആളുകൾക്ക് ബാധകമല്ല എന്നതാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഖല ശഹ്റു ദിൽഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ. ദുൽഹിജ്ജ മാസം പ്രവേശിക്കുകയും നിങ്ങളിൽ ഒരാൾ ഉൽഹിയത്ത് നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ എന്നാണ്. ഹജ്ജിന് പോകുന്ന ആളുകൾ തമത്തുആയോ ഖിറാനായോ ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ആളുകൾ നടത്തുന്ന അറവ് ഉൽഹിയത്തല്ല. അത് ഹജ്ജിന്റെ ഭാഗമായുള്ള അറവാണ്. അത് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തിന് നന്ദി കാണിക്കലാണ്. അത് ഉൽഹിയത്തല്ല. അതിന് ദമുശുക്രാൻ, അള്ളാഹുവിനുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള അറവ് എന്നാണ് പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജിനായി മക്കയിലെത്തിയത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ, അതായത് 4ാമത്തെ ദിവസമാണ്, ദുൽഹിജ്ജ 4-ന്. നബിയുടെ കൂടെ ഹജ്ജിന്റെ വ്യത്യസ്ത രീതികളിലുള്ള ഹജ്ജ് കർമ്മത്തിനും ഉംറക്കുമായി നിയത്താക്കിയ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ അധിക പേരും തമത്തുആയി ഹജ്ജ് നിർവഹിച്ചവരാണ്. അങ്ങനെ നബി നിർദ്ദേശിച്ചവരാണ്, കൽപ്പിച്ചവരാണ്. അപ്പൊ ഉംറ നിർവഹിച്ച് തഹല്ലുലായതിനു ശേഷം പിന്നീട് 8ന്റെ അന്ന് ഹജ്ജിനായി നിയ്യത്ത് വെക്കുക എന്ന രീതിയാണ് തമത്തു എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഉംറ നിർവഹിച്ച് തഹല്ലുലാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മുടി വെട്ടുകയോ കളയുകയോ ചെയ്യേണ്ടതുണ്ട്. അത് ഉംറയുടെ ഭാഗമാണ്. നിർബന്ധമായും അത് ചെയ്തിരിക്കണം. അപ്പോ 1 മുതൽ 10 വരെ മുടി വെട്ടാനോ നഖം മുറിക്കാനോ പാടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സഹാബത്തിനോട് ഇത് ചെയ്യാൻ നബി നിർദ്ദേശിച്ചത്? അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ സമയത്ത് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ആളുകൾക്ക് ഇത് ബാധകമല്ല എന്നത്. ആയിരുന്നെങ്കിൽ ആ സഹാബത്ത് ഉംറയ്ക്ക് ശേഷം തഹല്ലുലാകാതിരിക്കുകയോ അല്ലെങ്കിൽ തഹല്ലുലാകുമ്പോൾ മുടി വെട്ടാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫത്വയിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരാളുടെ അടുക്കൽ ഹജ്ജിന് പോകുന്ന ഒരാൾ, അദ്ദേഹം ഉൽഹിയത്ത് അറക്കുന്നില്ല, നേരത്തെ പറഞ്ഞ തമത്തുവിന്റെയോ ഖിറാന്റെയോ അറവ് മാത്രം നടത്തുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് ഈ പറയുന്ന മുടി വെട്ടുക, നഖം നീക്കുക എന്നത് വിലക്കുണ്ട് എന്നത് അയാൾക്ക് ബാധകമല്ല. അയാൾ ഉംറ നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇഹ്റാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ അയാൾക്ക് നിർവഹിക്കാവുന്നതാണ്. ഹദിയാകട്ടെ, അത് അൽ ഹദിയു മാ ഹുവ ലഹിയ. തമത്തോ ഖിറാനോ ആയി ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ഒരാൾ നടത്തുന്ന അറവ് എന്ന് പറയുന്നത് അത് ഹദിയാണ്, ദാനമാണ്. അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഹറമിൽ വെച്ച് നിർവഹിക്കുന്ന അറവാണ്. മാ ഹുവ ലഹിയ, അതൊരിക്കലും ലഹിയത്തല്ല, അതായത് ഉൽഹിയത്തല്ല. അപ്പോ ഉൽഹിയത്തിന് ഇത് ബാധകമല്ല. മൂന്നാമത്തെ കാര്യം, ഹജ്ജിന് പോകുന്ന ഒരാൾ മുത്തമത്തിയായി നിർവഹിക്കുന്നവനാണെങ്കിൽ, ഉംറ നിർവഹിച്ച് തഹല്ലുലായി പിന്നെ 8ന്റെ അന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കിട്ടുന്ന ആളാണെങ്കിൽ, അയാൾ ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് തഹല്ലുലായതിനു ശേഷം 8ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വരെയുള്ള സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ മുടി വെട്ടുകയോ മീശ വെട്ടുകയോ നഖം മുറിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനയാൾക്ക് വിലക്കില്ല.
അങ്ങനെ നബി നിർദ്ദേശിച്ചില്ല. കാരണം ഇഹ്റാമിൽ തഹ്ലീലായി കഴിഞ്ഞാൽ ഇഹ്റാമിൽ വിലക്കപ്പെട്ടത് അയാൾക്ക് അനുവദനീയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോ ഈ ചോദിച്ച ആളും അതേപോലെ ഹജ്ജിന് പോകുന്ന ആളുകൾ. മുകളിൽ പറഞ്ഞ 3 വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന്റെ ഭാഗമായി നടത്തുന്ന അറവിന് ഈ പറയുന്ന വിലക്ക് ബാധകമല്ല എന്നതാണ്. അപ്പോൾ പിന്നെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു സാധ്യതയുള്ളത് ഖാരിനോ അല്ലെങ്കിൽ മുത്തമത്തിയോ ഈ 2 നിലക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ആളുകൾ ഹജ്ജിന്റെ അറവ് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഉൽഹിയ്യത്ത് കൂടി നടത്തുന്നുവെങ്കിൽ അവർ ഈ ദുൽഹിജ്ജ 1 മുതൽ അറവ് നടത്തുന്നത് വരെയുള്ള സമയത്തിനിടക്ക് എന്ത് ഈ പറയുന്ന ഉൽഹിയ്യത്ത് അറക്കുന്ന ആളുടെ മര്യാദ പാലിക്കേണ്ടതുണ്ടോ? അപ്പോഴാകുന്നു ഈ ഒരു വിഷയം വരുന്നത്. അങ്ങനെ ഒരു സാധ്യതയും ചിലപ്പോൾ ഉണ്ട്. അതായത് ഹജ്ജിന്റെ അറവല്ലാതെ അവിടെ തന്നെ ഉൽഹിയ്യത്ത് നടത്തുകയോ അല്ലെങ്കിൽ കുടുംബം നാട്ടിലുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടി കുടുംബനാഥൻ എന്നുള്ള നിലക്ക് അയാൾ ഹജ്ജിന്റെ അറവിന്റെ പുറമെ നാട്ടിൽ ഉൽഹിയ്യത്ത് നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഉൽഹിയ്യത്ത് അറുക്കുന്ന ആളാണ്. അപ്പൊ ഉൽഹിയ്യത്ത് അറുക്കുന്ന ആൾക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു സുന്നത്ത് പാലിക്കൽ ഉണ്ട് എന്നതുകൊണ്ട് അത് നിർബന്ധമല്ല, സുന്നത്തായ കാര്യമാണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. അപ്പൊ ആ നിലക്ക് അയാൾ ഈ പറഞ്ഞ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങൾക്കിടയിലല്ല ഉംറ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഉംറ നിർവഹിച്ച് തഹ്ലീലാകുന്നത് ആ ദിവസത്തിനടുക്കല്ല എങ്കിൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദുൽഹിജ്ജ 1 മുമ്പ് അയാൾ മക്കത്തെത്തുന്നു, എന്നിട്ട് അയാൾ തമത്തുവായി ഉംറ നിർവഹിച്ച് തഹ്ലീലാകുന്നു എങ്കിൽ അയാൾക്ക് ഈ ദുൽഹിജ്ജ 1 മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. ഉൽഹിയ്യത്ത് കൂടി നിർവഹിക്കുന്നു എന്നതുകൊണ്ട് അയാൾ 1 മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉൽഹിയ്യത്ത് അറക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദ എന്നുള്ള നിലക്ക് അയാൾ മുടിയെടുക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ്. അപ്പൊ ഇതാണ് ഹാജിമാർ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഉൽഹിയ്യത്ത് കൂടി നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ, അതായത് 1 ശേഷമല്ല ഉംറ നിർവഹിക്കുന്നത്, 1 മുമ്പാണ്, ദുൽഹിജ്ജ 1 മുമ്പാണ് ഉംറ നിർവഹിക്കുന്നത് എങ്കിൽ അത്തരം ആളുകൾ ഈ സുന്നത്ത് കൂടി പാലിക്കേണ്ടതുണ്ട്. ഇത് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ നൂറുൻ അല ദർബ് എന്ന പ്രോഗ്രാമിലെ 2/13 ഫത്വയിൽ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. സമയക്കുറവുകൊണ്ട് ഞാൻ ഇവിടെ വായിക്കുന്നില്ല. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഫത്വയിലും അദ്ദേഹത്തോട് ഒരു ഹജ്ജിന് പോകുന്ന ആൾ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. അതിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് മൻ അറാദ അൻ യുളഹിയ ഫലാ യഖുദു ഷൈഅൻ സവാഉൻ ബിഹജ്ജിൻ വഇല്ലാ മാ ഹുവ ബിഹജ്ജിൻ. ഒരാൾ ഉൽഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുടി വെട്ടുകയോ നഖം മുറിക്കുകയോ ചെയ്യാൻ പാടില്ല. അയാൾ ഹജ്ജ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും ശരി. അതിലും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്നും നേരത്തെ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ പറ്റും, ദുൽഹിജ്ജ 1 ശേഷമാണ് അയാൾ ഉംറ നിർവഹിക്കുന്നതെങ്കിൽ ഉംറയുടെ ഭാഗമായി അയാൾ മുടി കളയുകയോ വെട്ടുകയോ ചെയ്യേണ്ടതുണ്ട്. അത് അയാൾ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ സാഹചര്യവും ഇല്ല എങ്കിലാണ് ഈ പറഞ്ഞ മര്യാദകൾ പാലിക്കണം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന്റെ അവസാനത്തിൽ വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഞാൻ ചോദിച്ചത് ഹാജിയോട് വൃത്തിയാക്കണം എന്ന് തേടിയതാണല്ലോ, അതായത് നഖം മുറിക്കാനും വെട്ടാനും പാടില്ല, മുടി വെട്ടാൻ പാടില്ല, അതൊക്കെ നേരത്തെ ചെയ്യണം, ഇഹ്റാം പ്രവേശിച്ചാൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എന്താണ് അതിന്റെ വിധി എന്നതിന് ഷെയ്ഖ് പറയുന്ന മറുപടി, ഉൽഹിയ്യത്ത് അറക്കുന്നവനാണെങ്കിൽ ഈ നിയമം പാലിക്കുന്നതിന് കുഴപ്പമില്ല, ഹജ്ജിന്റെ അറവ് മാത്രമാണ് ഉള്ളതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം, ഈ വിലക്ക് പാലിക്കേണ്ടതില്ല. ഹദിയ് എന്നത് ഉൽഹിയ്യത്തല്ല എന്നതാണ്. ഈ ഭാഗം ഞാൻ നേരത്തെയും വായിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിലും നബിയുടെ നടപടികളനുസരിച്ചും പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്നും ഉൽഹിയ്യത്ത് അറക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ കാര്യം ബാധകമാകുന്നുള്ളൂ എന്നതാണ്. ഇതിന്റെ വേറെയും പല വശങ്ങളോട് അത് മുമ്പും വിശദീകരിച്ചിട്ടുള്ളതാണ് പല സംസാരങ്ങളിലായി. ഉൽഹിയ്യത്ത് അറക്കുന്നവന്റെ കുടുംബക്കാരോ മക്കളോ അയാൾ വക്കാലത്തേൽപ്പിച്ച ആളോ ഒന്നും തന്നെ മുടിയെടുക്കുക നഖം വെട്ടുക എന്ന നിയമം അവർക്കാർക്കും ബാധകമല്ല. അത് ഉൽഹിയ്യത്ത് അറക്കുന്ന ആൾക്ക് മാത്രം ബാധകമായതാണ്. അല്ലാഹു അഅലം. സുബ്ഹാനക്കല്ലാഹു